ദേശീയപാത നിർമ്മാണത്തിനായി എടുക്കുന്ന മണ്ണുപയോഗിച്ചാണ് കോഴിക്കോട് പാച്ചാക്കലിൽ തണ്ണീർത്തടം നികത്തൽ തകൃതിയായി നടക്കുന്നത്. നാട്ടുകാർ പ്രതിഷേധിച്ചു. ടിപ്പർ ലോറി തടഞ്ഞു. ഇതോടെയാണ് ഡെപ്യൂട്ടി തഹസിൽദാർ സ്ഥലത്തെത്തി മണ്ണിടുന്നത് തടഞ്ഞത്. വന്ന് ഫസ്റ്റിൽ തടഞ്ഞ ഞാനാണ്. അപ്പോൾ എന്നെ കയറ്റി കൊല്ലാനുള്ള ശ്രമമാണ് ഇവർ നടത്തിയത്. അപ്പോൾ അതിവിടെ നാട്ടുകാർ മുഴുവൻ തടഞ്ഞതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ മണ്ണെടുക്കുന്നത്. തഹസിൽദാരൊക്കെ വന്നിട്ട് ഇവിടെ പൂർവ്വസ്ഥിതിയിലാക്കിയില്ലെങ്കിൽ NH വർക്ക് ഇവിടെ നടത്താൻ സമ്മതിക്കില്ല. തണ്ണീർത്തടം മണ്ണിട്ട് നികത്താൻ നേരത്തെയും ശ്രമം നടന്നതായും കരാറുകാരും ഭൂ ഉടമയും ഒത്തുകളിക്കുകയാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. 1/2 ഏക്കറോളം തണ്ണീർത്തടം നികത്തി കഴിഞ്ഞു. ഇപ്പോൾ ഇവനെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് സെക്കൻഡ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്ത സമയത്തുണ്ടായിരുന്നു. അന്ന് 3 വണ്ടി പിടിച്ചതായിരുന്നു. ആ വണ്ടി പിന്നെ ജനങ്ങളിലൊക്കെ വലിയ പ്രക്ഷോഭമൊക്കെ നടത്തി മണ്ണ് തിരിച്ചടിപ്പിച്ചത്. അതേ സ്ഥലത്തിനാണ് ഇപ്പോൾ വീണ്ടും ആ സ്ഥലത്തിന് ഉടമസ്ഥയുടെ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ വീണ്ടും മണ്ണിടാനുള്ള. അത് വലിയ സംശയകരാണ്. ഈ മറ്റു താല്പര്യങ്ങളുണ്ട്. അങ്ങനെ ഇവരെ സഹായിക്കുക, ഈ ഭൂമി നികത്തിയെടുക്കാന്നുള്ള വലിയൊരു താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. നിക്ഷേപിച്ച മണ്ണെടുത്ത് തണ്ണീർത്തടം പൂർവ്വസ്ഥിതിയിലാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ഡെപ്യൂട്ടി തഹസിൽദാർ. വർക്കിന്റെ ഭാഗമായിട്ട് അവരെ പണിക്കാരറിയാതെ ചെയ്തു എന്നൊക്കെ പറയണം. അപ്പോൾ അവരെന്നെ എടുത്ത് മാറ്റുന്നുണ്ട്. കുഴപ്പമില്ല. ഇപ്പോൾ അല്ല മണ്ണ് എടുത്ത് മാറ്റുന്നുണ്ട്, പൂർവ്വസ്ഥിതിയിലാക്കുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കില്ല, മണ്ണ് പൂർവ്വസ്ഥിതിയിലാക്കിയാൽ കുഴപ്പമില്ല. ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് പാച്ചാക്കലിലെ പല വീടുകളിലേക്കും വെള്ളം കയറുന്ന സ്ഥിതിയാണ്. ഇതിന് പുറമെ തണ്ണീർത്തടം കൂടി നികത്തുന്നത് പ്രദേശത്ത് ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടാക്കും. കരാറുകാരുടെ നിയമലംഘനത്തിനെതിരെ ദേശീയപാത അതോറിറ്റിക്ക് പരാതി നൽകാനാണ് നാട്ടുകാരുടെ തീരുമാനം. നിർമ്മാണത്തിലെ അപാകത കാരണം ഒരു ഭാഗത്ത് ദേശീയപാത തകർന്നു വീഴുമ്പോഴാണ് മറുഭാഗത്ത് തണ്ണീർത്തടങ്ങൾ നികത്തി പരസ്യമായ നിയമലംഘനം ദേശീയപാത നിർമ്മാണത്തിന്റെ മറവിൽ നടക്കുന്നത്. ഷിജിൻ നരിപ്പറ്റക്കൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.